ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യം ആയുസ്സും ആഫിയത്തും ഉണ്ടാകട്ടെ പൊന്നു മക്കളെ. എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ എന്തെല്ലാം വിശേഷം? ഒരു ക്യാരറ്റും എടുത്തിക്കണം, ഒരു ബീട്രൂട്ടും എടുത്തിക്കണം മക്കളെ. ഇത് നല്ലോണം കഴുകി മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്പേരി ഉണ്ടാക്കാനാണ്. ഉപ്പേരി ഉണ്ടാക്കാനല്ല കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മുറിച്ചൊരു ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉപയോഗിക്കരുത്. തുള്ളി വെള്ളം പോലും ചേർത്താതെ വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തോലും കൂടി ചേർത്തണം. അപ്പോൾ ഓറഞ്ച് നമ്മൾ ഹംദാൻ തിന്നാൻ തുടങ്ങണുള്ളൂ. തിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ തോല് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നല്ലോണം അരച്ചൊന്ന് എടുക്കട്ടെ. വെള്ളം തീരെ തൊടിക്കരുത് കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം കൂട്ടാതെ ഇതിലിട്ടിട്ട് അരച്ചെടുക്കണം. എന്നാലേ ഇതിൻ്റെ നമ്മൾ വിചാരിച്ചൊരു രീതിക്ക് എത്തുള്ളൂ. അല്ലാഞ്ഞാൽ വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ആയി വരുമല്ല മക്കളെ. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. ഒന്നും വിചാരിക്കേണ്ട, ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കുക. ഒരു തുള്ളി വെള്ളം കൂടി കൂട്ടാതാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തത്. ക്യാരറ്റും ബീറ്റ്റൂട്ടും മാത്രമാണ് കേട്ടോ അത്. അപ്പോൾ കഴിഞ്ഞോ നമുക്ക് തരുമോ തോല്? നമുക്ക് തരുമോ? അങ്ങനെ ഓന് ഓറഞ്ച് തിന്ന് കഴിഞ്ഞ് അതിൻ്റെ തോല് എനിക്ക് തന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച്, ആദ്യം ഇത് അരച്ചു പോയതല്ലേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതും കൂടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുക്കണം മക്കളെ. ഓന് തരാൻ കുറച്ച് നേരം വൈകിപ്പോയി. തിന്ന് കഴിഞ്ഞിട്ട് തോല് തരാൻ. പിന്നെ മക്കളല്ലേ, മക്കൾ പറയുന്ന മാതിരി നമ്മൾ കേട്ടുകൊടുക്കല്ലാതെ നിവർത്തിയില്ലല്ലോ. കുട്ടികൾ ഇപ്പോഴേ തരൂല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ തിന്നണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇപ്പം തോല് പൊളിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ കാത്തു നിന്ന് അങ്ങനെ അതും കൂടി അരച്ചെല്ലും കൂടി നല്ല പട്ട് പോലെ അരച്ചെടുത്തതിന്. പിന്നെ അതേപോലെ ഇതിന് മഞ്ചിഷ്ടം എന്നാണ് പറയട്ടോ. മഞ്ചിഷ്ടം വൈദ്യന്മാരെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതും കൂടെ നല്ലോണം പൊടിച്ചൊന്നെടുക്കുക. ആ പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തണം. ഇതും കൂടി ഇതിലൊക്കെ ചേർത്ത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണതെന്ന്. അപ്പോൾ വേറെ ഒന്നിനല്ല മക്കളെ. ചെറിയ മക്കൾ, ഒരു 15 വയസ്സുള്ള പെൺകുട്ടികൾ, അതേപോലെ 30 വയസ്സ്, 35, 40 ഉള്ളിൽ 35 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ മുഖത്ത് തേച്ച്, 35, 40 വയസ്സുള്ള കുട്ടികൾക്ക് കേട്ടോ, ഒരു നല്ലോണം മുഖത്തൊക്കെ നല്ലോണം ഇത് തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അതിന് വേണ്ടി ഭംഗി ഉണ്ടാവും. നല്ല കളറ്, ഏകദേശം ഒരു കളർ കുറവുള്ള കുട്ടികളാണെങ്കിൽ സൂപ്പറായിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അത് വല്ലാതെ വെളുത്തതിനേക്കാളും ഭംഗി ഉണ്ടാവുക നല്ല ഇരുനിറമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ. നല്ലോണം നിറവും വെക്കും, നല്ല ഭംഗിയും ഉണ്ടാവും. വെളുത്തോൽക്ക് പിന്നെ വല്ലാതെ തുടുപ്പ് കൂടിപ്പോവും മക്കളെ. അപ്പോൾ എപ്പോഴത്തേക്ക് ഞാൻ എന്താക്കുന്നത്, ജാറൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. എനിക്ക് പണി കഴിഞ്ഞാൽ പാത്രം വേഗം കഴുകി വെച്ചില്ലെങ്കിൽ ഇത് കൂടി കിടന്നാൽ പിന്നെ ഞാൻ തന്നെ കഴുകേണ്ട മക്കളെ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി അവിടെ വെച്ച് കഴിഞ്ഞാൽ പണി അവിടെ തീർന്ന്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആട്ടിന വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിനോടത്ത് പോയിട്ട് വാങ്ങണം, അല്ലാതെ പാക്കറ്റ് വെളിച്ചെണ്ണ പറ്റില്ല. ആട്ടിയോടത്ത് പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങി, നമുക്കിവിടെ ഒപ്പരിയൊന്നും ഇല്ലല്ലോ. ആട്ടിയോടത്ത് പോയിട്ട് വെളിച്ചെണ്ണ വാർന്ന് ആ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലോണം അടുപ്പത്ത് വെച്ച് ഇളക്കുക. അടുപ്പത്ത് വെച്ച് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം വെട്ടി തിളക്കണ വരെ ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് കുറുകണ മാതിരി വെളിച്ചെണ്ണ തെളിയണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഇളക്കണം, എന്നാലേ ഉള്ളൂ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുള്ളൂ മക്കളെ. അങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ നമുക്ക് എന്താ പറയുക, മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ പാക്കറ്റ് മഞ്ഞളല്ല, നമ്മൾ വീട്ടിൽ നിന്ന് കഷ്ണങ്ങൾ വാങ്ങിയിട്ട് പൊടിപ്പിക്കണമൊക്കെ ഉണ്ടാകും മില്ല് കൊണ്ടിട്ട്. ആ മഞ്ഞളുണ്ടെങ്കിൽ ഒരു സ്പൂണ് മഞ്ഞൾ, മറ്റേ മഞ്ഞളിനേക്കാളും നല്ല മഞ്ഞളാണത്. അപ്പോൾ ഒരു സ്പൂണ് മഞ്ഞളും കൂടി, സ്പൂണോ അര സ്പൂണായാലും വേണ്ടിയില്ല, കുറച്ച് മഞ്ഞളും കൂടി ഇതിലേക്ക് ഇടണം. എന്നാലേ അതിൻ്റെ ഒരു അപ്പം തന്നെ ഇളക്കുന്നതനുസരിച്ച് ആവി ഇങ്ങനെ പറക്കുമ്പോൾ തന്നെ നല്ല ഓറഞ്ചിൻ്റെ മണം. ഓറഞ്ചിൻ്റെ അല്ല, എന്തെല്ലോ ക്യാരറ്റിൻ്റെയോ ബീറ്റ്റൂട്ടിൻ്റെയോ എല്ലാം കൂടിയിട്ട് പ്രത്യേക എന്തോ ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു മണം അങ്ങോട്ട് വരുന്നേ മക്കളെ. അങ്ങനെ ഇത് നല്ലോണം ആയി വരുമ്പോഴത്തേക്ക് ഒരു തുള്ളി, ഒരു സ്പൂണോ അര സ്പൂണോ മഞ്ഞളിട്ടിട്ട് ഒന്ന് ഇളക്കി കൂട്ടി നല്ലോണം ആക്കി അവിടെ കൂട്ടി വെക്കുക. അത് കുഴപ്പമില്ല. അപ്പം വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കിക്കിന്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചൂടൊക്കെ തണയുന്ന വരെ കാത്തിരിക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂട് തണയണം, എന്നാലല്ലേ നമുക്കിതൊന്ന് പിടിക്കാനോ പിയ്യാനോ കഴിയുള്ളൂ. അങ്ങനെ നല്ലൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു തോർത്തിൻ്റെ ഒരു തലൻ്റെ ഭാഗം ഞാൻ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ചെട്ട് നല്ലോണം അമർത്തിയിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. വെളിച്ചെണ്ണ നമുക്കൊരു 500 ആണെങ്കിൽ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ 250 200 വെളിച്ചെണ്ണ കിട്ടുള്ളൂ. ബാക്കി മുഴുവൻ തോർത്തിലും കയ്യിലും പാത്രത്തിലും എല്ലാം ആവും. അപ്പോൾ ഇതാണ്ടില്ലേ, ഇതേപോലെ നല്ല മണം എന്നാന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല മണത്തിനെ പറ്റിയിട്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് കൈക്ക്, കാലിന്, പിന്നെ മുഖത്തൊക്കെ തേച്ച് കൊടുത്താൽ സൂപ്പറായിരിക്കും. ആഴ്ചക്ക് 2-3 പ്രാവശ്യം, സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിൽ ആഴ്ചക്ക് 2-3 പ്രാവശ്യം തേച്ച് കൊടുത്താൽ മതി. മക്കൾക്ക് തന്നെ ഒരു മാറ്റം വരും, മുഖത്തിനൊക്കെ നല്ല തിളക്കം കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലല്ലോ, ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ അല്ലേ, ഇതൊക്കെ നല്ല സംഗതിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതേമാതിരിയൊക്കെ ചെയ്ത് നോക്കി മക്കളെ. ഞാനിത് എൻ്റെ അറിവ് വെച്ച് ചെയ്തതാണ്. നിങ്ങളിതേമാതിരി നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങളിതേമാതിരിയൊക്കെ ചെയ്ത് നോക്കണ്ടി. പിന്നെ ഒന്നും നോക്കണ്ട. പീഞ്ഞുമ്പോൾ കണ്ടില്ല, പകുതി വെളിച്ചെണ്ണ കൈമലും അവിടെ ഇവിടെയൊക്കെ ആവും. എല്ലാം പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഞാൻ ആ പാത്രത്തിലാക്കി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
അവനെ കൈമ പിടിച്ചിട്ട് കിട്ടണില്ല. ടവലൊക്കെ ഒന്ന് തോർത്ത ടവലാണെങ്കിൽ തിരിയും വെളിച്ചെണ്ണ കീറൂല വെച്ചിട്ട് തോർത്തെടുത്തത്. പക്ഷേ ഏത് തോർത്തെടുത്താലും വേണ്ടിയില്ല മക്കളെ, വെളിച്ചെണ്ണ അതിലേക്ക് ആകുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ല, ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് കുട്ടികളെ. കഷ്ടപ്പാടാണ് കേട്ടോ. തൈലുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക പഠിച്ചോൻ ഒരു പാക്കറ്റ് കുപ്പി അങ്ങോട്ട് വാങ്ങിയാൽ പണി എളുപ്പം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ എന്താ ഇത് നമ്മളെ ഒറിജിനൽ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കണതല്ലേ, നമ്മളെ മക്കൾക്ക് വിശ്വസിച്ച് തേച്ച് കൊടുക്കാൻ പറ്റില്ല. കമ്പനിയൊന്നും അല്ലല്ലോ, നമുക്ക് പറ്റണ നാടനല്ലേ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് റെഡിയാക്കിയതാണ് മക്കളെ. ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പല കുറ്റങ്ങളുണ്ട്, അവിടെ കണ്ട് ഇവിടെ കണ്ട് അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും. ഒന്നും പറയരുത്. കാരണം ഇത് പീണ തിരക്കിൽ ഓരോ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചാളി കുട്ടികളെ. ഞാനും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, അതിലങ്ങനെ കുടുങ്ങിപ്പോയതായിരിക്കും. അപ്പോൾ ഏതായാലും മെല്ലക്കണ്ടി ചോരക്കട്ട പോലെ ഉണ്ട് കൈയൊക്കെ. ഈ കൈ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഹംദാനിക്ക് ഇതൊക്കെ ഒന്ന് മേലൊക്കെ തേച്ച് മുഖത്തൊക്കെ തേച്ചിട്ട് 10 മിനിറ്റിൻ്റെ ഹംദാനി ആയിട്ട് മുറ്റത്ത് നിന്നിട്ട് ഓനൊന്ന് കുളിപ്പിച്ച് കൊടുക്കാൻ. ഹംദാനാണെങ്കിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് കുളിക്കുകയല്ലമ്മ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഓസിട്ട് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഓസിട്ട് കുളിക്കുക എന്നൊക്കെ പറഞ്ഞിക്കിന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കൈമലത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിനുണ്ടാകുന്ന ചണ്ടി ഉണ്ടല്ലോ, ചണ്ടി നല്ലതാണ് കേട്ടോ. തേക്കാനൊക്കെ മേലൊക്കെ തേച്ച് കൊടുക്കാനും മുഖത്ത് തേക്കാനൊക്കെ നല്ലതാണ്. അതിൽ പിന്നെ കുളിക്കാൻ കുളിമുറിയിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും അപകടം വന്നു പോകും. കാരണം മെഴുക്കൊക്കെ ഇങ്ങനെ തേച്ച് മക്കളൊക്കെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ആ കുളിമുറി പിന്നെ അപ്പം തന്നെ കഴുകിയെടുക്കണം. ഈ എണ്ണയൊക്കെ തേച്ച കുളിമുറി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വഴിക്കാൽ അങ്ങോട്ട് പോയി തല വെച്ച് അടിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാവരും തൊട്ട് കാക്കട്ടെ, റഹ്മാനായ തമ്പുരാനെ. ആയിരിക്കും അങ്ങനെ ഒരു ആപത്തൊന്നും ആയിരിക്കും വരാതിരിക്കട്ടെ. എപ്പോഴും എണ്ണ തേച്ച് കുളിക്കുമ്പോൾ കുളിമുറി കഴുകണം നല്ലപോലെ. എപ്പോഴും കഴുകണ മാതിരിയല്ല, എണ്ണ തേച്ച് കുളിച്ചാൽ പ്രത്യേകം കഴുകണം. അപ്പോൾ ഇതാണ്ടില്ല മക്കളെ, ഇതൊക്കെ മേലൊക്കെ തേച്ചാൽ മുഖത്തൊക്കെ തേച്ചാൽ നല്ലതാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മുഖത്ത് മൂക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒരതി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ സൂപ്പറായിരിക്കും. ഇത് ശ്രദ്ധിക്കണം. എന്നിട്ട് എനിക്ക് കുളിമുറിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. അത്രയൊക്കെ ഉള്ളൂ മക്കളെ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. നിങ്ങൾ വെറുപ്പൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്ത് പറയാനാണ്. പിന്നെ നിങ്ങളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഇതിലുണ്ട് കേട്ടോ. നിങ്ങളെപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഈ നമ്മളെ വീഡിയോയിൽ ഇട്ടിക്കണേ. ഞാൻ നിങ്ങളെപ്പോഴും പറയുന്നുണ്ടല്ലോ മോളൊന്ന് കാണിച്ചു തരുമോ, മോളെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചല്ലോ. അത് ഇതിലുണ്ട് കേട്ടോ മക്കളെ. ആ മോളെ ഫോട്ടോ ഇതിലുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളെല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ എത്ര വെളിച്ചെണ്ണ കിട്ടിയിന് കേട്ടോ മക്കളെ. എത്ര പാടുന്ന കഷ്ടപ്പെട്ടിട്ടാണ് എത്ര വെളിച്ചെണ്ണ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ കഴുത്തിൻ്റെയും കയ്യിൻ്റെയും ഒക്കെ ഒരു വേദന വന്നിക്കണം മക്കളെ. അപ്പോൾ ഒരു വെള്ള കുപ്പി എടുക്കുക. ആ വെള്ള കുപ്പി ഇവിടെ ഉണ്ടായിന്. അതിലേക്ക് ഞാനിത് നന്നായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ മക്കളെ. അങ്ങനെ ഇത് ഒഴിച്ചു. അടിഭാഗം ഒഴിക്കേണ്ട കേട്ടോ, ബാക്കിയൊക്കെ ഒഴിച്ചാൽ എന്തൊരു കളറാണെന്നൊരു ഒരു ഓറഞ്ചും അല്ല മഞ്ഞയല്ല, എന്തോ ഒരു കളറാണ് മക്കളെ. നല്ലൊരു സ്വർണ്ണത്തിൻ്റെ ഒരു കളറ് പോലെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ വിചാരിക്കും മീൻ പൊരിച്ചതിൻ്റെ ബാക്കി വെളിച്ചെണ്ണാന്ന് വിചാരിക്കും. അതൊന്നല്ല, നല്ലതാണ്. കണ്ടാൽ മീനൊക്കെ പൊരിച്ചാലൊക്കെ അതിൻ്റെ വെളിച്ചെണ്ണ ബാക്കിയിട്ടെങ്കിൽ ഒരു ചുവപ്പ് കളർ ഉണ്ടാവലുണ്ട്. അതേമാതിരിയൊക്കെ ഉണ്ടല്ലേ കണ്ടിട്ട്. അതൊന്നല്ല കേട്ടോ മക്കളെ, നമ്മൾ അടിപൊളിയാണ് ഇട്ടത്. ഇതിൻ്റെ അതുണ്ടല്ലോ, അതായത് ചണ്ടി പോലത്തത്, ഇത് നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കൈമ തേക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മോള് പറയാം, ഇത് കയ്യിലല്ല അമ്മ തേക്കേണ്ടത്, മുഖത്താണ് തേക്കേണ്ടതെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞല്ല കൈമലൊന്ന് തേച്ച് നോക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഓള് പറയണ നിങ്ങളാവട്ടെ നിങ്ങളെ ഇഷ്ടം പോലെ, പക്ഷേ കൈമൽ തേക്കരുത്, ഇത് മുഖത്ത് തേച്ചിട്ട് നിങ്ങൾ ഒരിക്കൽ കാണിച്ചു കൊടുക്കി. നിങ്ങളെ മുഖത്ത് തേച്ചാലല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു മുഖത്തൊക്കെ തേച്ച് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ മോളെ, അത് മോശമല്ലേ, അതൊക്കെ കുട്ടിയൊക്കെ പറഞ്ഞതല്ലേ, നമ്മൾ വയസ്സന്മാരതൊക്കെ മുഖത്ത് തേച്ച് കാണിച്ചിട്ട് എന്ത് കാണാനാണ്, വലിയ കുട്ടികൾ നെയ്യൊന്ന് മുഖത്ത് തേച്ച് ഇത് കാണിച്ചു കൊടുക്കുക. ആ ഉളർന്ന് ഞാൻ നിൽക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് പറയണേ, എൻ്റെ മുഖത്തൊക്കെ തേച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും മോളെ കാണാൻ, എൻ്റെ മുഖം നല്ല ഭംഗിയല്ലേ, അപ്പോൾ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കാണിക്കൂ, ഇതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ കാണിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കൈമ കാണിക്കുള്ളൂ, അത് ചെയ്യാൻ പാടില്ല അമ്മ, നിങ്ങൾ മുഖത്ത് കാണിക്കുകയെന്ന് പറഞ്ഞു. എൻ്റെ മോളെ ഫോട്ടോ കണ്ടില്ല മക്കളെ, ഇതാണ് എൻ്റെ മോള് കേട്ടോ. നിങ്ങളെല്ലാവരും ഞാൻ തേച്ചില്ലാന്ന് വേണ്ട കണ്ടോ, ഇതിങ്ങനെ തേച്ച് കൊടുത്താലുണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഭാഗം ഇങ്ങനെ തേച്ച് നമ്മൾ വയസ്സായതാണ്, പക്ഷേ അല്ലാത്തവരൊക്കെ നല്ല വൃത്തിക്ക് തേച്ചോളി മക്കളത്, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എൻ്റെ നിങ്ങൾ നോക്കണ്ട, നമ്മൾ വയസ്സന്മാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് തേച്ചോളി, എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് അങ്ങോട്ട് വെളുത്ത് സുന്ദരികളാവും കേട്ടോ. ഒരു കാമണിക്കൂറോളം തേച്ച് ഇതേമാതിരി പിടിപ്പിക്കാം. അതാണ് കരിമങ്ങാലം കളർ വ്യത്യാസം അങ്ങനെ വരുന്നവർക്കൊക്കെ നല്ലതാണ്. ഒരു 10 മിനിറ്റ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് കേട്ടോളി നിങ്ങൾ, ക്യാരറ്റ് ബീറ്റ്റൂട്ട് പിന്നെ മക്കളെ ഞാൻ ഇതൊക്കെ തേച്ച് വൃത്തിയാക്കി കഴുകിയ. ഞാനെന്താ ഹിമാലയൻ്റെ സോപ്പ് കൊണ്ടാണ് തേച്ചത് കേട്ടോ മുഖം കഴുകിയത്.
കാരണം കടലപ്പൊടി ഇട്ടിട്ട് തേക്കിയാൽ ഒന്നും കൂടി ഭംഗി കൂടും. ഞാൻ ഹിമാലയൻ്റെ കുട്ടികൾക്ക് ഹിമാലയ സോപ്പാണ്. ദിയമോക്കായാലും ഹനാനിക്കായാലും ഹംദാനിക്കായാലും ഒക്കെ, ഇനിയിപ്പോൾ ഹയാനിക്കായാലും ഹാനിമോക്കായാലും ഒക്കെ ഹിമാലയൻ്റെ സോപ്പാണ് നമ്മളിവിടെ വാങ്ങുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിട്ടിട്ടാണ് ഇപ്പോൾ കഴുകിയത്. കടലൻ്റെ പൊടി ഇല്ലേനി. അപ്പോൾ കടലപ്പൊടി ഇട്ട് കഴുകണോലാണെങ്കിൽ അങ്ങനെയും കഴിക്കോളി, അതാകുമ്പോൾ ഒന്നും കൂടി സൂപ്പറായി. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റേ പിടിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേമാതിരി എല്ലാവരും ചെയ്യുക, ലൈക്കും സബും ചെയ്യുക, മറന്നു പോകരുത് മക്കളെ. നമ്മളെ കൂടങ്ങളെല്ലാവരും ഉണ്ടാവണം, മറക്കാതെ നമ്മളെ ചാനലൊക്കെ കാണണം, മറക്കല്ലിട്ടോ മക്കളെ. ചന്ദനത്തിൻ്റെ പൊടി പോലെ ഉണ്ട്, ഇത് കണ്ടില്ലേ? ഇത് നല്ലോണം മുഖത്ത് തേച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാനൊന്ന് ഡോക്ടറെ അടുത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ് മക്കളെ. ഡോക്ടറെ അടുത്തൊന്ന് പോകാൻ പോവുകയാണ്. ഇതൊക്കെ തേച്ച് വൃത്തിയാക്കി നല്ല സുന്ദരമാക്കി. പൈപ്പിൽ വെള്ളമില്ല, ഏത് പൈപ്പിൽ? അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് മരുന്ന് വാങ്ങാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം, ലൈക്കും സബും ചെയ്യണം, മറക്കല്ലേ മക്കളെ. എടാ ഷീട്ട് കിടത്തുണ്ടേ? ഇതല്ല, ഇത് വേറെ. അപ്പം മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് മക്കളെ. നല്ല മഴൻ്റെ ഒരു തയ്യാറെടുപ്പിലുമാണ്. മഴ പെയ്യട്ടെ, സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേക്കൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ മഴയും കൊണ്ട് മക്കളെ കൊണ്ടുപോകലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പേടിയാവുക. ഏതായാലും വേണ്ടിയില്ല, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ വേണ്ടിയേ. അപ്പോൾ ഇതേമാതിരിയൊക്കെ തേച്ച് വൃത്തിയാക്കിക്കോളിട്ടോ മക്കളെ.